പ്രവാസലോകത്തെ വാർത്തകൾ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും UK വാണിജ്യ സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സും കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യയും UKയും തമ്മിലുള്ള ഒരു നാഴികക്കല്ല് കരാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വതന്ത്ര വ്യാപാര കരാറിന് അന്തിമ രൂപമായി. ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ലണ്ടനിലെത്തിയത്. മെയ് 6 ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വ്യാപാര കരാർ നടപ്പിലാക്കുന്നതിനുള്ള അടുത്ത ഘട്ടത്തെക്കുറിച്ച് ഗോയലും ജോനാഥൻ റെയ്നോൾഡ്സും ചർച്ച ചെയ്തു. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിയാക്കി $120 ബില്യൺ ഉയർത്തുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത്. പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഇത് നിലവിൽ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ബ്രെക്സിറ്റിന് ശേഷമുള്ള UKയുടെ ഏറ്റവും വലിയ വ്യാപാര കരാറാണിതെന്ന് UKയുടെ വ്യാപാര സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സ് ഇതിനെ വിശേഷിപ്പിച്ചു. എല്ലാ വർഷവും 25.5 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം കണക്കാക്കുന്നു. കൂടാതെ ഇന്ത്യ ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കരാറെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾ സ്ഥിരതയും പ്രവചനാതീതതയും കൊണ്ടുവരുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ജൂൺ 18 ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിൽ അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിച്ചു. FTA നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ഗോയൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പരാമർശിച്ചു. ഈ കരാർ ശക്തമായ നിക്ഷേപങ്ങൾക്കും കൂടുതൽ സ്ഥിരതയുള്ള വിതരണ ശൃംഖലകൾക്കും വഴിയൊരുക്കുമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. കൂടാതെ ഇന്ത്യയും UKയും തമ്മിലുള്ള നവീകരണത്തിനും സേവനങ്ങളിലും ഇത് കൂടുതൽ സഹകരണത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോയൽ ബിസിനസ് നേതാക്കൾ, നിക്ഷേപകർ, നയവിദഗ്ധർ എന്നിവരുമായി സംവദിക്കും. കൂടാതെ ഇന്ത്യ UK ശാസ്ത്ര സാങ്കേതിക സഹകരണത്തെക്കുറിച്ചുള്ള IGF ഉച്ചകോടിയുടെ സെഷനിൽ പ്രസംഗിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ US പുനരാരംഭിക്കുന്നു. അപേക്ഷകർ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വിശദമായ പരിശോധനയ്ക്കായി നൽകണമെന്ന് നിർദ്ദേശം. അപേക്ഷകർ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വിശദമായ പരിശോധനയ്ക്കായി നൽകണം. യുഎസിനോടും അമേരിക്കൻ മൂല്യങ്ങളോടും ശത്രുതാപരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നുമാണ് നിർദ്ദേശം. US ഗവൺമെന്റിനോടോ സ്ഥാപനങ്ങളോടോ സംസ്കാരത്തോടോ സ്ഥാപക തത്വങ്ങളോടോ ശത്രുത കാണിക്കുന്ന ഉള്ളടക്കം അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അനുമതി നൽകാൻ വിസമ്മതിക്കുന്നത് വിസ നിരസിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. സ്ക്രീനിംഗ് ഒഴിവാക്കാനുള്ള ശ്രമമായാണ് അധികാരികൾ ഇതിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസം ട്രംപ് ഭരണകൂടം വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്നാണ് തീരുമാനം. വിശാലമായ സ്ക്രീനിംഗ് നടപടികൾ തയ്യാറാക്കുന്നതിനിടെയാണ് ഇത്. അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുമ്പ് യാത്രാ ഭവന പദ്ധതികൾ അന്തിമമാക്കാൻ കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് പുനരാരംഭം കുറച്ച് ആശ്വാസം നൽകുന്നു. എന്നിരുന്നാലും ഈ നീക്കം മനുഷ്യാവകാശ ഗ്രൂപ്പുകളിൽ നിന്ന് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ. അഹമ്മദാബാദ് വിമാന ദുരന്തവും ഇറാൻ-ഇസ്രായേൽ സംഘർഷത്താൽ രാജ്യാന്തര വ്യോമപാതകൾ അടച്ചതുമാണ് കാരണം. ജൂലൈ പകുതി വരെ വൈഡ് ബോഡി വിമാന സർവീസുകളുടെ 15% എയർ ഇന്ത്യ കുറയ്ക്കുന്നത്. എയർലൈന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാർക്കുള്ള അസൌകര്യം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് എയർ ഇന്ത്യ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കുറയ്ക്കുന്നത്. അഹമ്മദാബാദിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനങ്ങളുടെ പുതിയ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു. ആകെയുള്ള ബോയിംഗ് 787 വിമാനങ്ങളിൽ 26 എണ്ണത്തിന്റെ പരിശോധന പൂർത്തിയാക്കി. ബാക്കിയുള്ളവയുടെ പരിശോധന അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കും. എയർ ഇന്ത്യ ബോയിംഗ് 777 ഫ്ലീറ്റിൽ ഉൾപ്പെടെ മെച്ചപ്പെട്ട സുരക്ഷാ പരിശോധനകൾ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. 26 വിമാനങ്ങൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ എയർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളിൽ പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൊത്തം 83 ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയത്. 2025 ജൂൺ 20 മുതൽ പുതിയ അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ ഷെഡ്യൂൾ കമ്പനി പുറത്തുവിടും. സർവീസുകളിലെ നിയന്ത്രണങ്ങൾ കാരണം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഖേദിക്കുന്നതായി എയർ ഇന്ത്യ ജീവനക്കാർ അറിയിച്ചു. യാത്രക്കാർക്ക് സൗജന്യമായി തന്നെ യാത്രകൾ റീഷെഡ്യൂൾ ചെയ്യാനാകും. പൂർണ്ണമായ റീഫണ്ട് നൽകാനുള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനിലെ അറാഖ് ആണവ നിലയം തകർത്ത് ഇസ്രായേൽ. ആക്രമണത്തിന് മുമ്പ് തന്നെ പ്രദേശവാസികളെ ഒഴിപ്പിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ടെഹ്റാനിൽ നിന്ന് 250 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് അറാഖ് ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. നിലയം തകർന്നെങ്കിലും ഇതുവരെ അണുവികരണമുണ്ടായതായി റിപ്പോർട്ടുകളില്ല. നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. അടുത്ത വർഷത്തോടെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് ഇറാൻ പദ്ധതിയിട്ടിരുന്നത്. അതേസമയം ഇസ്രയേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടമെന്ന റിപ്പോർട്ട്. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
ടെൽ അവീവിനോട് ചേർന്ന പ്രദേശങ്ങളിലായിരുന്നു ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്രയേലിന്റെ സൈനിക കമാൻഡിനും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിനും നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാനിയൻ വാർത്താ ഏജൻസി ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിലെ ഹോട്ടലുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിലെ കഫീനും കലോറിയും വ്യക്തമാക്കുന്ന ബോർഡുകൾ നിർബന്ധമാക്കി. അടുത്ത മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപഭോക്താക്കൾക്ക് കഴിക്കുന്ന ഭക്ഷണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കണം. ഉയർന്ന അളവിൽ ഉപ്പടങ്ങിയ ഭക്ഷണത്തിന്റെ വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തണം. ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ഭക്ഷണശാല ഉടമകൾക്കും ഉപഭോക്താക്കൾക്കും അതോറിറ്റി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.